മൂവാറ്റുപുഴ നഗരസഭയിൽ നടത്തിയ വികസനങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളെ നേരിൽ കണ്ട് മാത്യു കുഴൽനാടൻ MLA വോട്ട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ MLA എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നഗരസഭ കേന്ദ്രീകരിച്ചാണ് നടത്തിയതെന്നും ഇനിയും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ടെന്നും MLA പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയിൽ വികസനമുയർത്തിക്കാട്ടി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് MLA. കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ MLA എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നഗരസഭ കേന്ദ്രീകരിച്ചാണ് നടത്തിയതെന്നും പല പദ്ധതികളുടെയും DPRൽ കാതലായ മാറ്റങ്ങൾ വരുത്തി റിവിഷൻ നടത്തിയതോടെ 218.5 കോടി രൂപയുടെ പ്രൊജക്ടുകളാണ് മൂവാറ്റുപുഴ നഗരസഭയ്ക്കുള്ളിൽ MLA എന്ന നിലയിൽ നേടിയെടുക്കാനും അനുവദിക്കാനും സാധിച്ചതെന്നും മൂവാറ്റുപുഴയുടെ മുഖച്ഛായ മാറണമെങ്കിൽ നഗരത്തിനുള്ളിൽ തന്നെ വിസിബിളായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും അതിന്റെ ഭാഗമായാണ് ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചും നഗരവികസനം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതെന്നും MLA പറയുന്നു. നഗരവികസനം തന്നെ സാധ്യമാക്കിയതിലെ കഷ്ടപ്പാടുകൾ ഭവന സന്ദർശനത്തിൽ MLA വിവരിക്കുന്നുണ്ട്. മുറിക്കല്ല് ബൈപ്പാസ്, KSRTC ബസ് സ്റ്റേഷൻ നവീകരണം, ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി മൂവാറ്റുപുഴയുടെ ദീർഘകാല സ്വപ്നമായിരുന്ന പദ്ധതികളെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് കഴിഞ്ഞ നഗരസഭാ ഭരണം UDFന്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണെന്നും MLA വ്യക്തമാക്കി. അടുത്ത വട്ടം UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മൂവാറ്റുപുഴയുടെ മുന്നോട്ടുള്ള വികസനത്തിനായി ആ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് വീട് വീടാന്തരം MLA എത്തുന്നത്. ഇതിനോടകം 800-ൽ പരം വീടുകളാണ് MLA സന്ദർശിച്ചത്. മൂവാറ്റുപുഴയുടെ വികസനം തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർക്കുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞുകൊണ്ട് വികസനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന CPMന്റെ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ ശക്തമായ പ്രചരണായുധമാക്കുകയാണ് MLA. ഭവന സന്ദർശനങ്ങൾക്ക് വിവിധ വാർഡുകളിലെ UDF പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തവുമുണ്ട്.